ஆரம்பிக்கலாங்களா? BJP ഇത്തവണ 8 തവണയാണ് മോദി വന്നത്. അപ്പോൾ കാടിളക്കിയുള്ളൊരു പ്രചാരണം എന്ത് വന്നാലും 2 അക്കം കണ്ടിരിക്കുമെന്നുള്ള ഒരു പ്രഖ്യാപനമാണ് BJP ഇത്തവണ അവിടെ നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല 2 അക്ക സീറ്റ് അമിത്ഷായും മോദിയും കേരളത്തിലും ഇടയ്ക്കിടയ്ക്ക് അവർക്കത് പറയാം. ഏതാണ്ട് എല്ലാ സീറ്റിലും മത്സരിക്കുന്നുണ്ട്, 34 സീറ്റിലോട്ട് മത്സരിക്കുന്നുണ്ട്. യെസ്, എന്താകും തമിഴ്നാടിന്റെ ഒരു സ്ഥിതി? അല്ല, അത് ഈ തമിഴ്നാട് 40 സീറ്റ് എന്ന് പറയുന്നതായിരിക്കും സൗകര്യം. 39 തമിഴ്നാട്ടിലെയും 1 പുതുച്ചേരിയിലെയും വെച്ചിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മൊത്തം ഈ ഇലക്ഷൻ പ്രക്രിയ തുടങ്ങിയതിന് ശേഷം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, ഒരു സങ്കല്പം, അതിന് ശരിക്കൊരു പ്രാക്ടിക്കൽ ഫോം വന്നിട്ടുള്ളൊരു സ്ഥലമാണ് തമിഴ്നാട്. അങ്ങനെ ഒരു ഫോം വരിക മാത്രമല്ല, ആദ്യമായിട്ട് വരികയും ചെയ്തു. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആകാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടുത്തെ സീനിയർ പ്ലെയർ, ബിഗർ പ്ലെയർ ആരാണ്? DMK ആണ്. DMK അല്ലെങ്കിൽ DMKയുടെ ലീഡർഷിപ്പ്, കൃത്യമായി പറഞ്ഞാൽ സ്റ്റാലിൻ അത് സ്വീകരിച്ചിട്ടുള്ള അങ്ങേയറ്റം ഉദാരമായ സമീപനം, അല്ലെങ്കിൽ അങ്ങേയറ്റം എന്തായാലും പറയാം രാഷ്ട്രീയ തന്ത്രജ്ഞത എന്ന് പറയാവുന്നൊരു സമീപനം. നോക്കൂ, തമിഴ്നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടി DMK ആണെന്ന കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. എന്നിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ സീറ്റിൽ ഈ പ്രധാന പാർട്ടികളെടുത്താൽ DMK, ADMK, BJP, ഈ പാർട്ടികളെടുത്താൽ ഏറ്റവും കുറച്ച് സീറ്റിൽ മത്സരിക്കുന്ന പാർട്ടി ആരാണ്? DMK ആണ്. DMK 20 സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. DMK ഇല്ലേ അവിടെ ഇന്ത്യ മുന്നണി ഇല്ല, ഈ പറയുന്ന രാഷ്ട്രീയവും ഇല്ല. പക്ഷേ അവർ പകുതി സീറ്റിലേ മത്സരിക്കുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ അവർ അത്രയും ഇതിനു വേണ്ടിയിട്ട് വിട്ടുവീഴ്ച, അഡ്ജസ്റ്റ് ചെയ്യാൻ, അക്കമഡേറ്റ് ചെയ്യാൻ അവർ സന്നദ്ധരായി. 20 സീറ്റിൽ അവർ മത്സരിക്കുന്നു. 10 സീറ്റിൽ കോൺഗ്രസ്, 4 സീറ്റിൽ CPM, CPI, 2 സീറ്റിൽ VCK, അങ്ങനെ 36 സീറ്റ്. പിന്നെ ഓരോ സീറ്റ്, ഒന്ന് മുസ്ലിം ലീഗിന്, ഒന്ന് MDM മറ്റേ വൈക്കോയുടെ പാർട്ടി, മറുമലർച്ചി ദ്രാവിഡ കഴകം, പിന്നെ കൊങ്കുനാട് പാർട്ടി, പിന്നെയും ഒരു പാർട്ടിയുണ്ട്. എന്നിട്ട് ഇവരെ കൂടെ ഉണ്ട് സഖ്യത്തിൽ മനിതനായ മക്കൾ കക്ഷി. മനിതനായ മക്കൾ കക്ഷിക്ക് സീറ്റില്ല. പക്ഷെ അവരോട് പറഞ്ഞു അടുത്ത വർഷം ഒരു രാജ്യസഭാ സീറ്റ് ഒഴിവ് വരുന്നുണ്ട്, അത് നിങ്ങൾക്കായിരിക്കും എന്ന് പറഞ്ഞു. വളരെ പക്ക. പിന്നെ കമൽഹാസന്റെ സോറി, അത് മനിതനായ മക്കൾ കക്ഷിയും ജവാഹിറുള്ളയുടെ പാർട്ടി, കമൽഹാസന്റെ പാർട്ടിയും മക്കൾ നീതി മയ്യത്തോടാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് അടുത്ത തവണ അടുത്ത് 2025 വരുന്ന രാജ്യസഭാ സീറ്റ് നിങ്ങൾക്കായിരിക്കും എന്ന് പറഞ്ഞാൽ എല്ലാം പെർഫെക്റ്റാണ് കാര്യം. അതും വളരെ നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമൊക്കെ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഈ പറയുന്ന പണികളെല്ലാം തീർത്ത് വെടിപ്പാക്കി വെച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ റിപ്പോർട്ടർ ഇർഷാദ് പടന്ന തമിഴ്നാട്ടിൽ സഞ്ചരിച്ചു. അപ്പോൾ ഞാൻ ഇന്നലെ ഇർഷാദുമായിട്ട് സംസാരിച്ചു. ഇർഷാദ് പറയുന്നൊരു കാര്യം, കൗതുകരമായ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പല പ്രദേശങ്ങളിൽ ഈ തെരഞ്ഞെടുപ്പ് റാലികൾ നടക്കുന്ന പ്രദേശങ്ങളിൽ അവിടെ DMK തന്നെ ഉണ്ടാവുള്ളൂ കാര്യമായിട്ട്, മറ്റ് പാർട്ടികളൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവിടെ അവർ ശ്രദ്ധിക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സ്റ്റേജിലാവട്ടെ, റാലിയിലാവട്ടെ, വാഹനത്തിൽ കിട്ടുന്ന കുടിയുടെ കാര്യത്തിലാവട്ടെ, അതിലെല്ലാം ഈ പറയുന്ന എല്ലാ പാർട്ടികളുടെയും സാന്നിധ്യം ഉറപ്പുവരുത്താൻ DMK തന്നെ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ ഒരു പ്രദേശത്ത് ഒരു തെരഞ്ഞെടുപ്പ് പൊതുയോഗം നടക്കുകയാണ്. അവിടെ ഉദയനിധി സ്റ്റാലിൻ അല്ലെങ്കിൽ MK സ്റ്റാലിൻ തന്നെ പ്രസംഗിക്കുന്നു. അവിടെ മുസ്ലിം ലീഗ് ഇല്ല. പക്ഷേ ഇങ്ങനെ എവിടുന്നെങ്കിലും ഒരു മുസ്ലിം ലീഗ് നേതാവിനെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്ന് സ്റ്റേജിലിരുത്തും. CPMകാരോ CPIക്കാരോ ഉണ്ടാവില്ല. പക്ഷേ സ്റ്റേജിൽ ആ പ്രദേശത്ത് CPM ഇല്ലെങ്കിലും CPI ഇല്ലെങ്കിലും സ്റ്റേജിൽ ഇവരെല്ലാവരും ഉണ്ടായിരിക്കും. ഇവരുടെ എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കും. എന്ന് മാത്രമല്ല, ഇദ്ദേഹം പ്രസംഗിക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്ന, അവരെ പ്രത്യേകമായി മെൻഷൻ ചെയ്യും, അവരുടെ പാർട്ടിയെ മെൻഷൻ ചെയ്യും, പ്രത്യേകമായ റെസ്പെക്റ്റ് അവർക്ക് കൊടുക്കും, അവർക്കെല്ലാം പ്രസംഗിക്കാൻ സമയം കൊടുക്കും. അപ്പോൾ എങ്ങനെയാണ് ഒരു മുന്നണി രാഷ്ട്രീയം മനോഹരമായിട്ട് കൊണ്ടുപോകാം എന്നത് സ്റ്റാലിൻ അവിടെ കാണിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇതെങ്ങനെ ഇദ്ദേഹം ഏതെങ്കിലും നിലക്കുള്ള വലിയൊരു പരാജയ ഭീതിയോ ഭയങ്കരമായ ആൻറ്റി ഇൻകംബൻസിയോ ഭരണവിരുദ്ധ വികാരമോ അവിടെ ഇല്ല. സ്റ്റാലിൻ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ആക്സെപ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. ജനങ്ങൾ അദ്ദേഹത്തിന് വലിയ തോതിൽ പിന്തുണക്കുന്നുണ്ട്. അപ്പോൾ ആ നിലക്കുള്ള സർക്കാരിനോടുള്ള അനുകൂല സമീപനം ജനങ്ങൾക്കിടയിലുണ്ട്. അതൊക്കെ ഉണ്ടായിരിക്കുമ്പോഴും ഇദ്ദേഹം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഒരാൾക്ക് ധാർഷ്ട്യം കൂടാവുന്നതാണ്.
ഇത് ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടി, മേജർ പ്ലെയർ ആയിരിക്കെ ആ ഒരു ബിഗ് ബ്രദർ ആറ്റിറ്റ്യൂഡാണ് സാധാരണഗതിയിൽ ഉണ്ടാവേണ്ടത്. പക്ഷേ ഇദ്ദേഹം അങ്ങനെയല്ല ചെയ്യുന്നത്. എപ്പോഴും ഒരു വിനയ സ്വഭാവത്തിൽ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലാണ് ആ മുന്നണി രാഷ്ട്രീയത്തെ കൊണ്ടുപോകുന്നത്. മൂന്നാമത്തെ ഘടകം തമിഴ്നാട് രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിൻ്റെ കോർ എന്ന് പറയുന്നത് തന്നെ ഹിന്ദുത്വ വിരുദ്ധതയാണ്. ദ്രവീഡിയൻ രാഷ്ട്രീയമാണ്. ദ്രവീഡിയൻ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഈ ഹിന്ദി, ഹിന്ദുത്വ ഈ പറയുന്ന സംഗതികൾക്കെതിരാണ്. അപ്പോൾ അത് തമിഴ്നാട്ടിൽ മറ്റൊരിക്കലും ഇല്ലാത്ത വിധം തിളച്ചു നിൽക്കുന്ന സമയമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ തിളച്ചു മറിയുന്നത്? ഈ പറയുന്ന കേന്ദ്ര ഭരണകൂടം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പൊതുവെയും തമിഴ്നാടിന് സവിശേഷമായും അവഗണിക്കുന്നു. നമ്മുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും കൊടുക്കുന്നില്ല. ഇവിടെ ഒരു ഗവർണർ എന്ന് പറയുന്ന ഒരുത്തനെ പിടിച്ചിരുത്തിയിട്ട് നമ്മുടെ ബില്ലുകളെല്ലാം അവിടെ പൂട്ടിയിട്ടിരിക്കുന്നു. വരൾച്ച ഉണ്ടായി, വരൾച്ചയ്ക്കുള്ള സഹായം തരുന്നില്ല. ആ സഹായത്തിന് വേണ്ടി പോലും സുപ്രീം കോടതി പോകേണ്ടി വരുന്നു. GST വിഹിതം, ആ നിശ്ചയമായി നമുക്ക് ലഭിക്കേണ്ടിരുന്ന വിഹിതം പോലും പിടിച്ചു വെക്കുന്നു. കിട്ടേണ്ട പൈസ കിട്ടാൻ വേണ്ടി തന്നെ പലവട്ടം ഡൽഹിയിൽ പോയി കെഞ്ചേണ്ടി വരുന്നു. ഈ നിലക്ക് ഡൽഹി കേസ്, ഈ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ പറയുന്ന സ്റ്റാലിൻ ഒരിക്കൽ പോലും അറിയാതെ പോലും കേന്ദ്ര സർക്കാർ എന്ന വാക്ക് ഉപയോഗിക്കില്ല. കേന്ദ്ര സർക്കാർ എന്ന് ഉപയോഗിക്കില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ്. യൂണിയൻ സർക്കാർ എന്ന് പറയും. അപ്പോൾ ഇന്ത്യയിൽ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഫെഡറലിസവുമായി ബന്ധപ്പെട്ടാണ്. അതിനെ ഏറ്റവും ശക്തമായി ഉന്നയിക്കുകയും ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്ന ആളാണ് സ്റ്റാലിൻ. അപ്പോൾ ആ ഒരു രാഷ്ട്രീയം അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഭരണത്തോടുള്ള അനുഭാവ സമീപനം അവിടെയുണ്ട്. ഈ പറയുന്ന വളരെ ഭദ്രവും സുന്ദരവും മനോഹരവുമായിട്ടുള്ള ഈ മുന്നണി സംവിധാനവുമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നു 40-ൽ 40 ഈ മുന്നണി തന്നെ, ഇന്ത്യ മുന്നണി തന്നെ എടുക്കും എന്നുള്ളതാണ്. പിന്നെ രേഷ്മ പറഞ്ഞാൽ ഇപ്പുറത്തുള്ള ബി ജെ പി പറഞ്ഞാൽ വലിയ രീതിയിൽ പ്രചാരണം 8 തവണ പ്രധാനമന്ത്രി. വലിയ മത്സരം നടക്കുന്നതെന്നാണ് അവർ അവകാശപ്പെടുന്നത്. കോയമ്പത്തൂരിൽ കഴിഞ്ഞ ദിവസം രാഹുലും സ്റ്റാലിൻ പങ്കെടുത്ത റാലിയിൽ ആ ജനക്കൂട്ടം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത്രയും വലിയൊരു ജനക്കൂട്ടം അടുത്ത കാലത്തൊന്നും ഇന്ത്യ കണ്ടിട്ടില്ലെന്ന് പറയാം.